ഓരോ ജീവിതം എൻ്റെ ജീവിതത്തിലെ ഒരുപാട് ഘട്ടങ്ങളാണ്. ഏഷ്യാനെറ്റിലെ ഒരു ഘട്ടം, തുടക്കത്തിൽ ശശികുമാർ സാറൊക്കെ ഉണ്ടായിരുന്ന കാലത്തിലെ ഒരു ഘട്ടം. ഇപ്പോഴും ആ ആൾക്കാരുമൊക്കെ ആയിട്ട് ഭയങ്കര സൗഹൃദമാണ്. നിർമ്മലയും രാജലക്ഷ്മിയും റജിയും അന്ന് ഏഷ്യാനെറ്റ് ഉണ്ടായ ശരത് സാറും ആ ഒരു എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ലൈബ്രറിയിലുണ്ടായിരുന്ന നിർമ്മല, റജി, രാജലക്ഷ്മി, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ശശിയേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. അത് കഴിഞ്ഞ് കൈരളിയും തുടക്കകാലമാണല്ലോ, അതും വേറൊരു നല്ല പീരീഡായിരുന്നു. ഈ ശ്രീകാന്തും പാലിയും ഒക്കെ ഉള്ള വേറൊരു കാലഘട്ടം. സൂര്യ ടി വിയിലും ഒരു പീരീഡ് ഉണ്ടായിരുന്നു, ദൂരദർശൻ, അങ്ങനെ പല പല മേഖലകളിൽ ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പഠിത്തം ഇപ്പം ഓരോന്നോരോന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നല്ലോ, അതെവിടുന്ന ഫയർ വന്ന് LLB ജോയിൻ ചെയ്യാം എന്നൊക്കെ? നമ്മൾ ഏതെങ്കിലും തരത്തിൽ മെൻ്റലി ഡൗൺ ആകുമ്പോൾ നമ്മൾ പഠിച്ചാൽ മതി, നമ്മൾ തിരിച്ച് കയറി വരും. കൈരളിയിൽ നിന്ന് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്ന ഒരു മോശം പീരീഡാണ് മോനെ. കൈരളിയിൽ പെട്ടെന്നൊരു ഫിനാൻഷ്യൽ ക്രഞ്ച് വന്നിട്ട് കുറേ എന്ന് വെച്ചാൽ ഇങ്ങനെ അവർ ഒരു അബ്രപ്റ്റായിട്ടാണ് ശമ്പളം നിന്ന് പോയത്. പിന്നെ എൻ്റെ മോനൊരു ഫിറ്റ്സൊക്കെ വന്നിട്ടുള്ള ഒരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് മരുന്നും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര എക്സ്പെൻസും പരിപാടിയൊക്കെ ആയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ശമ്പളം നിന്നുപോയി. അപ്പോൾ അടുത്ത മാസം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങിക്കുമല്ലോ, അടുത്ത മാസവും കിട്ടുന്നില്ല, അതിൻ്റെ അടുത്ത മാസം അതൊരു 6ാമത്തെ മാസം ആകുമ്പോഴത്തേക്കുള്ള ഒരു അവസ്ഥ, ഭയങ്കര മോശം അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയി. കാരണം നമ്മൾ ഈ നിൽക്കക്കള്ളിയില്ലാതെ ഇന്ന് നമ്മൾ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ജോലിക്ക് ചിലവുമുണ്ട്, ജോലി ചെയ്യാനായിട്ട് ചിലവിനും പോകണം. അപ്പം എനിക്കന്ന് ഗവൺമെൻറ് ജോലി കിട്ടിയതാണ്. ഞാനത് റിസൈൻ ചെയ്തിട്ട് കൈരളിയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഈ പൈസ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം എനിക്കന്ന് 13,000 റുപ്പീസാണ് സാലറി. അപ്പോൾ അത് ഈ മാസം കിട്ടിയില്ല, ശരി, നമുക്ക് അടുത്ത മാസം ചിലവുണ്ടല്ലോ, റോൾ ചെയ്യുക. 3ാമത്തെ മാസം ആകുമ്പം 4ാമത്തെ മാസം ആകുമ്പം പെട്ടുപോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിപ്പോയി. എന്നുവെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് നമ്മൾ വേറെ എന്തെങ്കിലും തരത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസയും തീരും, ചിലവും ഉണ്ട്, കാര്യങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഒരു ക്രഞ്ചിലോട്ട് പോയിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജീവൻ ടി വിയിൽ ആ സമയത്ത് സനൽ അവിടെ ജോയിൻ ചെയ്തിട്ട് എന്നെ അവിടെ ഇട്ട് ഷോ ചെയ്യാൻ വിളിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് മമ്മൂക്കടുത്തൊക്കെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കി. എന്നുവെച്ചാൽ ഷോ ഒക്കെ ഭയങ്കര മോശമായിട്ട് പോകുന്നുണ്ട്, ശുഭദിനം ചെയ്യുന്ന രീതി ശരിയല്ല, പ്രൊമോഷന് വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ ഇട്ട് ഇനി അവിടെ നിന്ന് റിസൈൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് റിസൈൻ ചെയ്ത് ഇവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 2 ഷോ ചെയ്യൂ. അപ്പോൾ അന്നെന്തോ മാനേജ്മെൻറ്റ് മാറുന്ന ഒരു കാര്യമാണ്. മാനേജ്മെൻറ്റ് മാറുമ്പോൾ 2 ഷോ, അമ്മ നക്ഷത്രം എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരുപാട് ഹീറോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അമ്മമാരുടെ വെച്ചിട്ടൊരു ഷോയും, എന്നിട്ട് മദേഴ്സ് ഡേ എന്തായിരുന്നു, 2 ഷോ, ടോക്ക് ഷോ 2 ഓർഗനൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടും ഞാൻ പൈസ റോൾ ചെയ്ത് ആ 2 ഷോയും ചെയ്തു. സനലുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത്. കാരണം സനൽ പറഞ്ഞ് നമുക്ക് ചെയ്യണം. അത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം മാനേജ്മെൻറ്റ് മാറും, പുതിയ മാനേജ്മെൻറ്റ് വരും, പുതിയ ആൾ വന്നിട്ട് ചാർജ് എടുക്കും. അങ്ങനെ ഒരാഴ്ച നമ്മളവിടെ ജോയിൻ ചെയ്തു. സുരേഷ് മണിമല സാർ വന്ന് ജോയിൻ ചെയ്തു. ആ സമയത്ത് പുതിയ ഒരാൾ വരുവാണ് ഇതിൻ്റെ ചാർജുമായിട്ട്. ഇപ്പോൾ ഹൊറൈസണിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ പോയി. അപ്പോൾ സാലറി ഡിസ്കസ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാലറി ഒന്നും നോ ബാർ, സാലറി ഒന്നും ആലോചിക്കുകയേ വേണ്ട, എത്ര രൂപ വേണമെങ്കിലും പറഞ്ഞു തരാം, പക്ഷെ സഹോദരിയായിട്ടൊന്നും കാണാൻ പറയരുതെന്ന്. ഞാൻ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വീട് വരെ നടന്നു, കരഞ്ഞുകൊണ്ട്, രാത്രി 9:30. എൻ്റെ ഭൂമിയുടെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന പോലെ തോന്നി. ഒന്നുമില്ല, കൈരളിയും പോയി, ഈ ജോലിയും പോയി, പൈസയും പോയി, കടവും കയറി, എന്ത് ചെയ്യണമെന്നൊന്നും പറഞ്ഞു. ഇപ്പോൾ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ പൈസ വരും, പക്ഷേ ഞങ്ങളങ്ങനെ ചോദിച്ചിട്ടില്ല. അഭിമാനത്തിൻ്റെ എല്ലാം സതീശനോടുള്ള ഒരു റെസ്പെക്റ്റും കാര്യവും, സതീശനെ കല്യാണം കഴിച്ചാൽ അതങ്ങനെ. ഞാൻ വീട്ടിൽ വന്ന് നടന്ന് വരുന്നുണ്ട്, സതീശൻ കണ്ടപ്പോഴേ ചോദിച്ചു എന്ത് പറ്റി. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി സതീശൻ, എല്ലാം പോയി, എല്ലാം ഭയങ്കര മോശം അവസ്ഥയാണ്. സതീശൻ പറഞ്ഞു നിങ്ങൾ ജോലിയൊക്കെ മതിയാക്കി വെച്ചേ, പൈസയൊക്കെ ഞാൻ കണ്ടുപിടിച്ച് തരാം, പൈസയൊക്കെ നമുക്ക് കടമൊക്കെ തീർക്കാം, നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുക, ഒന്നും ചെയ്യേണ്ട നിങ്ങൾ. ഞാൻ മുറിക്കകത്ത് തന്നെ അങ്ങനെ ഇരുന്ന് മണ്ണും വെച്ചു, അല്ലാതിരുന്നപ്പോഴത്തേക്ക് സ്വാമിനാഥൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സ്വാമി ഇപ്പോഴും വീട്ടിൽ വന്നിട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞ ട്യൂഷൻ സെൻ്ററുണ്ട് തിരുവനന്തപുരത്ത്, സന്തോഷ് സാറിൻ്റെ ട്യൂഷൻ സാറിൻ്റെ ക്ലാസ്സിൻ്റെ തമാശകൾ പറയും, ഭയങ്കര വിറ്റ, ചിരിച്ചും മരിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാൻ ഒരുപാട് ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ട്യൂഷൻ സാറ്, എനിക്ക് പഠിക്കാൻ പോകണമെന്ന് സന്തോഷ് സാറിൻ്റെ അടുത്ത്. അപ്പോൾ പറഞ്ഞ് ഞാനും ചേച്ചി നമുക്ക് LLB ഇത് ചേരാൻ സമയമായി, ചേച്ചി ചേരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ലോ അക്കാഡമിയിൽ അഡ്മിഷൻ വാങ്ങിച്ചു. സന്തോഷ് സാറിൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ പോയിരുന്നു, സാറിൻ്റെ ട്യൂഷൻ കേൾക്കുമ്പോൾ പ്രധാന ജോലി. അപ്പോഴത്തേക്ക് സതീശൻ പറയും പൈസയുടെ കാര്യമേ നിങ്ങൾ മറന്നേക്കും, മുഴുവൻ കടം ഞാൻ തീർത്തോളാം, ഒന്നും നിങ്ങൾ അറിയേണ്ട, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യും, നിങ്ങൾ സമാധാനമായിട്ടിരുന്നാൽ മതി. അങ്ങനെ ഞാൻ LLBക്ക് പോയി ജോയിൻ ചെയ്തു.
കൃത്യമായിട്ട് 3 വർഷം ക്ലാസ്സൊക്കെ എടുത്ത് അപ്പോഴാണ് എനിക്ക് യോഗ ടീച്ചറിനെ കിട്ടുന്നത്. യോഗ ടീച്ചറിൻ്റെ അടുത്ത് പോയി യോഗ ചെയ്ത് വണ്ണമൊക്കെ കുറച്ച്. അപ്പോൾ യോഗ ടീച്ചർ ഒരു ദിവസം എന്നോട് പറഞ്ഞു, പാർവതി അടുത്തൊരു വർക്ക് വരുമ്പോൾ വേണ്ടാന്ന് പറയരുതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. ആ വന്ന വർക്കാണ് ലാൽ സാറിൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ ആ ഒരു ഫേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു അങ്ങനെ നമ്മൾ ഡിപ്പാവുന്ന സമയത്തെ പഠിച്ചാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചു കയറി വരാൻ പറ്റും നമുക്ക്. ഞാൻ 3 വർഷവും കോഴ്സിന് പോയി പഠിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഞാൻ മൂട്ട്കോട്ടൊക്കെ എടുത്തിട്ട് ചിലപ്പം ലോ ആയിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്. അഭിനയമൊന്നും മനസ്സിൽ പോലും ഇല്ലല്ലോ. വല്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന്. ആ ജോലിയും കൂടെ ഞാൻ വേണ്ടാന്ന് വെക്കുകയല്ലേ. ഞാൻ കടലെടുത്ത് പോയി. ഞാൻ ഒരു നിമിഷം ആ പൈസയും പോയി, അവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വേണമെങ്കിൽ നിന്ന് സഹകരിക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ. അല്ല, അങ്ങനെ പറയുകയാണ് നമ്മുടെ അടുത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടില്ല. മീറ്റിംഗ് ഇല്ല, അല്ലാതെ ഓഫ് റെക്കോർഡ്. ഓഫ് റെക്കോർഡ് ബ്ലാങ്ക് ചെക്കാണെന്ന് ശമ്പളം. ഓക്കേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഞാൻ ഹൊറൈസണിൽ വീട് വരെ ഇങ്ങനെ നടന്ന് കണ്ടിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. എനിക്കൊന്നും ഓർമ്മയില്ല. പണ്ട് ഇതുപോലെ എക്സാം പരീക്ഷ എഴുതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വിമൻസ് കോളേജിൽ നിന്ന് വീട് വരെ നടന്ന ഓർമ്മയുണ്ട്. അന്ന് പക്ഷേ തേക്കുപുടത്തി അച്ഛനെ കണ്ടു. അച്ഛൻ വന്ന് വണ്ടി എടുത്ത്, നീ എന്തോ ഇങ്ങനെ നടക്കുന്ന, വണ്ടി കയറുമെന്ന് പറഞ്ഞു. ഇതാരും വരാനില്ലായിരുന്നു. ഞാൻ വീട് വരെ നടന്നു. കാരണം എൻ്റെ ഒരു ഓട്ടോ വിളിക്കാൻ പോലും പൈസയും ഇല്ല, ഒന്നുമില്ല. ദാരിദ്ര്യം. കാരണം കടം. അതിനിടയ്ക്കൂടെ ഞാൻ ആർക്കൊക്കെ മാലവടയം വെച്ച് പൈസയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ദാനധർമ്മം വേറെ, അതും അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. അപ്പം പണയമൊക്കെ ഇരിക്കുന്നു, എൻ്റെ പണയമൊക്കെ ഇരിക്കുന്നത് കഴുതിക്കിടന്നൊക്കെ പണയത്തിലാണ്. അന്ന് അജി സാറിന് ആർക്കും ഒരാൾക്ക് സ്കൂളിൽ മക്കൾക്ക് ഫീസ് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പണയം വെച്ച് പൈസ കൊടുത്ത്. ആർക്കൊക്കെയാണ് കൊടുത്ത് എന്ന് വെച്ചാൽ എല്ലാം വിചാരിക്കുന്നത് ഇപ്പം അടുത്ത മാസം ശമ്പളം കിട്ടുന്നതാണല്ലോ മോനെ, അടുത്ത മാസം ശമ്പളം കിട്ടുന്നതാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ ഒരുപാട് നാളെ ശമ്പളം കിട്ടി തിരിച്ച് കൈലിയുടെ. പക്ഷെ ആ ഒരു പീരീഡ് ഭയങ്കര വിഷമമായിരുന്നു. ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ജീവിതം എങ്ങനെയുണ്ട്? അങ്ങനെ ഒരു ജീവിതം എനിക്ക് എന്തോന്ന് അറിയത്തില്ല. വല്ലപ്പോഴും നിങ്ങൾ വിളിക്കുമ്പോൾ മേക്കപ്പ് ഇട്ടിടോന്നിരിക്കണം, അല്ലാതെ സെലിബ്രിറ്റി ഒന്നും അല്ല ഞാൻ. എന്താണത്? സന്തോഷ് ആറാട്ട് വിളിക്കും. അല്ല തിരക്കിലാണോ അല്ല എന്ന് പറയും. അല്ലെങ്കിൽ ആണ് എന്ന് പറയാം. എന്നാൽ പിന്നെ വിളിക്കാം എന്നിട്ട് ഫോൺ വയ്ക്കും. അത്രേ ഉള്ളൂ. സിനിമ വല്ലതും കണ്ടോ? ഇപ്പം ഏത് സിനിമയാണ്? അപ്പം വേറെ സിനിമയില്ല. അപ്പം പിന്നെ വിളിക്കാം. ഇതാണെന്നൊന്നും സെലിബ്രിറ്റിയിൽ ഞാൻ അറിയുന്ന ഒരേ ഒരു കാര്യം, വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറേ ക്യാമറ വരുന്നു, അതുകൊണ്ടൊന്നും അങ്ങനെ ആളുകൾ സെൽഫി ചോദിച്ചു. ഷോസിന് പോകുമ്പോൾ സെൽഫി ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. സെൽഫിയൊക്കെ ഞാൻ പിന്നെ നമ്മൾ ഈ ടെലിവിഷനിലെ ഷോ പണ്ടേ ചെയ്യുന്നോണ്ടേ, അന്നൊക്കെ പണ്ടേ എല്ലാവരും ഇങ്ങനെ കാര്യമാക്കുമല്ലോ. ടെലിവിഷൻ ഇൻ്റർവ്യൂ ഉണ്ട്, ഈ ഇൻ്റർവ്യൂ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അതൊരു പുതുമയുള്ള കാര്യമായിട്ടൊന്നും അനുഭവപ്പെടുന്നില്ല. ഫോട്ടോ എടുക്കുന്നൊന്നും എനിക്കൊരു വിഷയവുമല്ല. ഫോട്ടോ ഒക്കെ എടുക്കാം, നമ്മൾ ഓരോ തമ്മിൽ ഒരു വ്യത്യാസമില്ല മക്കളെ. ക്യാമറ വന്നിട്ട് പിന്നെ ഈ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വരുന്ന സമയത്ത് അതിനുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ ഞാനതിന് ഉത്തരം പറഞ്ഞു പോകും, എന്നിട്ട് എയറിലാവും. അതിൻ്റെ പ്രശ്നമുണ്ട്. അൽത്താഫിൻ്റെ അടുത്തൊന്നാണ് ഞാൻ പഠിച്ചത്. അൽത്താഫ് ഒരു കാര്യത്തിനും ഉത്തരം പറയുന്നില്ല. ഞാൻ ചോദിച്ചാൽ അൽത്താഫ് ചോദിക്കുന്നതിനൊന്നും അൽത്താഫെ ഉത്തരം പറയണ്ടേ? എന്തിനാ ചേച്ചി? അപ്പം ഞാൻ അപ്പം പറയണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എന്ത് ചോദിച്ചാലും ഓക്കെ എന്ന് പറഞ്ഞ് ആദ്യം മുതൽ കറക്റ്റായിട്ടുള്ള ഉത്തരം പറയും, ഒരു കള്ളവും ഇല്ലാതെ. അപ്പോൾ അൽത്താഫ് ഒന്നും പറയുന്നില്ല. അപ്പോൾ അൽത്താഫെ പറയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ എന്തിനാ ചേച്ചി പറയണ്ടല്ലേ? അങ്ങനെ ഞാൻ പഠിച്ചു വെച്ചേക്കുക. ഇനി മുതലുള്ള ഇൻ്റർവ്യൂസും പറയൂല. സിനിമയിൽ വന്നാലേ ഈ നയതന്ത്രം വേണമെന്നൊക്കെ പറയുമല്ലോ. അതായത് നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ, നിലപാടുകൾ അതിനെക്കുറിച്ച് പോളിഷ് ചെയ്ത് ഷുഗർ കോട്ട് ചെയ്തേ പറയാൻ പറ്റൂ. ഇത് ഇപ്പോഴും പഠിച്ചിട്ടില്ലല്ലോ. നയതന്ത്രം വേണം, പണി കിട്ടും. ഇല്ലെങ്കിൽ ഹാപ്പി സർദാറിൻ്റെ സിനിമയിലൊക്കെ നയതന്ത്രം ഇല്ലാത്തതുകൊണ്ട് മാത്രം എനിക്ക് പണി മേടിച്ചത്. ആ കാരവൻ്റെ ഇഷ്യൂ ഒക്കെ അതിനി ഒരു ദിവസം ഞാൻ പറഞ്ഞു തരാം എന്താ ശരിക്കും നടന്നതെന്ന്. ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ആരോട്. അപ്പോൾ അതൊക്കെ നയതന്ത്രം ഇല്ലായ്മ തന്നെയാണ്. എൻ്റെ നയതന്ത്രം എല്ലാത്തിലും ഇടപെട്ടിട്ട് അഭിപ്രായം പറയാനുള്ളതങ്ങ് മുഖത്ത് നോക്കി പറയുന്നതിൻ്റെ പ്രശ്നം. അത് പറ്റില്ല, പാടില്ല. സിനിമയിൽ മാത്രമല്ല, ഇപ്പോൾ ഒരിടത്തും പാടില്ല എന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂടെ, ഞാൻ പഠിച്ചില്ല, ഇതുവരെയും പഠിച്ചില്ല വിഷ്ണു. ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എന്താ ഭാവി ഉണ്ടാവുമായിരിക്കും. ഭാവിയുണ്ട്. ഞാൻ കാണുന്ന മാലച്ചേച്ചി പോലെ മാലച്ചേച്ചി തന്നെ കാണുന്ന ഒരു ഭാവിയില്ലേ? ബ്ലാങ്ക് ആണ്. നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ട് മനസ്സിരിക്കത്തില്ലേ. പഠിച്ചിട്ട് പോവാണ്, പക്ഷെ ഒരു ബ്ലാങ്ക് ഫീലിംഗ്, ഒന്നും അറിഞ്ഞുകൂടാത്തൊരു ഫീലിംഗ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേ പിന്നെ അത് മാറും. അതേപോലെയാണ് എനിക്ക് സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ഇപ്പം ഞാൻ ഈ മൊമെൻറ്റിൽ ഞാൻ നാളെ മുതൽ ഒരു സിനിമയും കമ്മിറ്റ് ചെയ്തിട്ടില്ല.
എന്നാണൊരു സിനിമ വരിക എന്നും എനിക്കറിയില്ല. വരുമ്പോൾ ആ സ്ക്രിപ്റ്റുമായിട്ടുള്ള പ്രണയമായി, അത് കഴിഞ്ഞു, ആ സിനിമ കഴിഞ്ഞു, ഷൂട്ട് ചെയ്തു, അത് കഴിഞ്ഞു, പിന്നെയും കാത്തിരിപ്പ്. ലവ് ഉണ്ട് എപ്പോഴും? ലവ് ഉണ്ട്. ഒരു മൊമെൻ്റ്, ഒരു കോളിന് വേണ്ടി, ഒരു പരിചയമില്ലാത്ത നമ്പർ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നമ്പർ വരുമ്പോൾ, ഓ ഷോർട്ട് സിനിമയ്ക്കാണോ എന്ന്, ഹലോ എന്ന് പറയും, ചേച്ചി നാളെ ഒരു പോസ്റ്റർ ഒന്ന് റിലീസ് ചെയ്ത് തരാമോ? അത് ഓക്കേ പറയാവേ. പോസ്റ്റർ റിലീസ് ചെയ്ത് കൊടുക്കും അല്ലേ പറഞ്ഞത്. മിക്കവാറും അങ്ങനെയല്ലേ, അങ്ങനെ കോളൊന്നും. ഞാൻ നോക്കുമ്പോൾ പോലെ ഞാൻ ഇങ്ങനെ എല്ലാവരും പറഞ്ഞ അഭിനയിക്കും. ഞാൻ ഇത്ര നല്ല ഡയറക്ടേഴ്സിൻ്റെ, ഇപ്പോൾ ഖാലിദ് റഹ്മാൻ ഞാൻ അഭിനയിച്ചിട്ടില്ല, അൻവർ റഷീദ് അഭിനയിച്ചിട്ടില്ല, ദിലീഷ് പോത്തൻ്റെ ആ ഗ്രൂപ്പിൻ്റെ കൂടെ ഒന്നും അഭിനയിച്ചിട്ടില്ല, ആഷിഖ് കപൂറിൻ്റെ ഗ്രൂപ്പിൽ അഭിനയിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഞാനൊരു വലിയ ഗ്രൂപ്പിൻ്റെ കൂടെ ഒന്നും അഭിനയിച്ചിട്ടില്ല, ആരുടെയും കൂടെ അഭിനയിച്ചിട്ടില്ല. ഈ സൂക്കോൾ സെലിബ്രേറ്റഡ് ഒരു ഡയറക്ടേഴ്സിനെയും കൂടെ ഞാൻ അഭിനയിച്ചിട്ടില്ല മലയാളത്തിൽ. അമൽനീരതുണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്, ഒരുപാട് പേരുടെ കൂടെ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാ ദിവസവും നമുക്ക് ആ പ്രതീക്ഷയോടെ നമ്മൾ ഇരിക്കുന്നു എന്നുള്ളൂ. ആരാണ് നാളെ എന്നെ ഒരു ക്യാരക്ടറായിട്ട് അവരുടെ സിനിമയിൽ കാണുന്നത്, ആ വിളിക്കായിട്ട്. അല്ലാതെ PR-ൻ്റെയോ കോണ്ടാക്റ്റിൻ്റെയോ സൗഹൃദത്തിൻ്റെയോ പുറത്തൊന്നും ഇത് സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എങ്ങും എത്തൂല. ഹിന്ദി പടത്തിൽ പോലും രേവതി ചേച്ചി അല്ല എന്നെ കാസ്റ്റ് ചെയ്തത്. എനിക്ക് കാസ്റ്റിംഗ് കോൾ വഴി പോയിട്ട് ചേച്ചീൻ്റെ ഓഡിഷൻ കണ്ടിട്ട് എന്നെ വിളിച്ചതാണ്. അമീർ ഖാൻ വന്നത് അറിയാത്ത ഒരു ശ്രദ്ധിച്ചില്ല. എന്താ ശരിക്കും അടുത്ത് മരണ സീനായിരുന്നല്ലോ. നമ്മളപ്പോൾ അതിന് പ്രിപ്പയർഡ് ആയിരുന്നു. അവിടെ നിന്നു, നമ്മൾ മരണത്തിൻ്റെ സീക്വൻസ് വന്ന് നിന്നു. ഞാൻ നിൽക്കുന്നതിൻ്റെ പുറയിലാണ് അമീർ ഖാൻ്റെ എൻട്രി. ഒരു സിംഗിൾ ഷോട്ടായിരുന്നു ക്യാമറ. നമ്മൾ ആ കൊച്ചിൻ്റെ മരണവും അതിൻ്റെ ഇതിൽ തന്നെയായിരുന്നു. കഴിഞ്ഞു ഇറങ്ങി കുറേ ആക്ടേഴ്സ് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ആമിർ പോയി എന്ന് പറഞ്ഞാൽ, ആര് പോയി? അമീർ ഖാൻ എവിടെ? പൊട്ട് കുറയപ്പെട്ടായിരുന്നു. അയ്യോ അവിടെ രേവതി മാമിൻ്റെ അടുത്തിരുന്ന് കണ്ടില്ലേ? ഞാൻ പറഞ്ഞാൽ കണ്ട പോലെ ഒരു ഓർമ്മ, ഒരു പൈപ്പ് കടിച്ചിട്ട് ഒരാളിരിപ്പുണ്ടായിരുന്നു, അതായിരുന്നു. അതെ, അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും മോണിറ്ററിൻ്റെ അടുത്ത് ആരൊക്കെ ഇരിക്കുന്നു ഇങ്ങനെ നോക്കി പോകില്ലല്ലോ. ഷോട്ടിന് വരുന്നു, ഷോട്ടിന് ഓടി വന്ന് നിൽക്കുന്നു, നമ്മൾ അഭിനയിക്കുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെയല്ലേ. ശ്രദ്ധിച്ചില്ല, എന്ത് ചെയ്യാൻ പറ്റും. മോഹൻലാൽ, മമ്മൂട്ടി ഒരേ സമയം വലിയ താരങ്ങളാവുകയും വലിയ നടന്മാരാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഇവർ രണ്ടുപേരും. ഇവർക്ക് ശേഷം ഈ ബൃഹത്താഖ്യാനങ്ങൾ എന്നൊക്കെ പറയുന്ന ഈ കാര്യം അത് ഇനി ആരിൽ റിപ്പീറ്റ് ആവും, അല്ലെങ്കിൽ ഇവർക്ക് ശേഷം അങ്ങനെ ഉണ്ടാവുമോ, അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഈ ഒരു കലാമേഖലയിലല്ല പലപ്പോഴും ഇങ്ങനെ രണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. പണ്ട് മുഹമ്മദ് റാഫിയാണോ കിഷോർ കുമാറിനെയാണോ ജീവിതകാലം മുഴുവൻ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത് ആരെയാണ് കൂടുതൽ ഇഷ്ടം? ലതാ മങ്കേഷ്കറിനെയാണോ ആശ ഭോൺസ്ലെയാണോ കൂടുതൽ ഇഷ്ടം? മോഹൻലാലിനെയാണോ മമ്മൂട്ടിയാണോ കൂടുതൽ ഇഷ്ടം? ഇങ്ങനെ എല്ലാ കാലത്തും രജനീകാന്തിനെയാണോ കമൽഹാസനെയാണോ ഇഷ്ടം? എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകാവുന്ന, കലാകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന, എന്നുവെച്ചാൽ MGR ആണോ ശിവജി ഗണേശനാണോ, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ജീവിതകാലം മുഴുവൻ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമ ഈ ഒരു ഹീറോ മോഡിൽ നിന്നും മാറി ഇപ്പം ഫഹദിനെ പോലെ ഒരാൾ ഒക്കെ സിനിമയെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ച ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ നെഗറ്റീവ് റോളും ചെയ്യും, കഥാപാത്രങ്ങളിലേക്ക് മാറും. അപ്പം അങ്ങനെ ഒരു ഹീറോ മോഡ് പിടിക്കാൻ താല്പര്യമില്ലാത്തൊരു സിനിമ മാറിയത് കൊണ്ട് ഒരു താൽക്കാലികമായ ഫേസാണ്. പക്ഷേ ഇറ്റ് വിൽ കം ബാക്ക്. എപ്പോഴും ഇങ്ങനെ രണ്ടുപേരെ വെച്ചിട്ട് ആൾക്കാർക്ക് തർക്കിക്കാൻ ഇഷ്ടമാണ്. എല്ലാ ജീവിതകാലം മുഴുവനും ആൾക്കാരത് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചരിത്രത്തിൽ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെടും. ഇറ്റ് ഓൾവേസ് കം ബാക്ക്. എല്ലാവർക്കും എല്ലാ കാര്യം ഇപ്പം ഒരു KPSC എഴുതുകയാണോ സുകുമാരി അമ്മയാണോ ഇഷ്ടം? എല്ലാ കാലത്തും ഇങ്ങനെ ഒരു ചോദ്യം, ശോഭനയാണോ ഉർവശിയാണോ ഇഷ്ടം? ഇത് എല്ലാ കാലത്തും ഇങ്ങനെ വരുമല്ലോ. അത് മനുഷ്യരുടെ ഒരു സംഭവമാണ്. ഇവരൊന്നും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളെ അല്ല, അല്ലേ? എല്ലാവരും വേറെ വേറെ ലെവലിലുള്ള ആൾക്കാരാണ്. ഒരാൾക്കുള്ള ക്വാളിറ്റി വേറൊരാൾക്കില്ല, വേറൊരാൾക്ക് നമ്മൾക്ക് ടേസ്റ്റിന് ഏത് ചേരുന്നു എന്നുള്ളതല്ലേ. പക്ഷെ അവിടെ ഇങ്ങനെ 1-off ആയിട്ടുള്ള ആൾക്കാർ വരും. ജഗതി ചേട്ടൻ അതൊരു 1-off ആണ്. ജഗതി ചേട്ടനാണോ വേറൊരാളോടോ നല്ലതെന്ന് ചോദിക്കാൻ വേറൊരാളില്ല. ഉണ്ടോ? മറ്റേപോലും ചോദിക്കാം, തിലകൻ ചേട്ടനാണോ നെടുപിടി വെടിച്ചേട്ടനാണോ ഇഷ്ടം എന്നൊക്കെ ആൾക്കാർ ചോദിക്കാം. ജഗതി ചേട്ടനാണോ വേറൊരാളാണോ ഇഷ്ടം എന്ന് ചോദിക്കാനായിട്ട് ഒരാളില്ല. ഉണ്ടോ? അതിനെ വെയിറ്റ് ചെയ്ത് നോക്കാൻ വേറൊരാളില്ല. ജഗതി ചേട്ടൻ ഇന്റർവ്യൂ ചെയ്തിട്ടില്ലേ? പിന്നെ ഓട്ടോ ഇപ്പോഴും ഫേസ്ബുക്കിൽ ഓടുന്ന ക്ലിപ്പ് അല്ല അത്. ജഗതി ചേട്ടൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. എന്നൊരു വാക്ക് വെച്ചിട്ട് പല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു ഭയങ്കര രസമല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ ഭയങ്കര നല്ലതായിരുന്നു. ഒരു പെൺകുട്ടി ഒരുങ്ങുന്നത് കാണിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. 1.25 മണിക്കൂർ ഇൻ്റർവ്യൂ ആണ്. അതിൻ്റെ ഒരു ക്ലിപ്പൊക്കെ അല്ലേ ഫേസ്ബുക്കിൽ ഓടുന്നത്. എൻ്റെ സിറ്റി എന്ന് പറഞ്ഞാൽ പണ്ടൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അന്ന് അത് എൻ്റെ ട്രിവാൻഡ്രം
കോളത്തിൽ വന്നൊരു കാര്യമുണ്ട്. ഞാൻ സോഷ്യൽ വർക്കറല്ല, എനിക്ക് സൊസൈറ്റിയോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഡാഫോഡിൽസിൻ്റെ വർക്ക് ചെയ്യുന്ന കാര്യത്തെ പറ്റിയൊക്കെ എഴുതിയത്. ഭയങ്കര യാദർശികമായിട്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് അമ്പി എന്നാണ് പേര്, ആക്ടറാണ്. അവനും ചേച്ചിയും തമ്മിലുള്ള ഒരു കണക്ഷനെ പറ്റി അവൻ എന്നോട് പറഞ്ഞു. അവനെ ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. സ്പോൺസർ എന്നൊന്നും ഞാൻ എനിക്ക് അവനെ പറയാൻ പറ്റില്ല, കുറച്ച് വേറെ വാക്കാണ്. പക്ഷെ അവന് എന്തൊരു സ്നേഹമെന്ന് അറിയോ ചേച്ചിയുടെ അടുത്ത്. അമ്പിയുടെ കഥ പറയുകയാണെങ്കിൽ ഞങ്ങൾ നാടക സംഘത്തിൽ ഞങ്ങളെല്ലാം വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു വാമപ്പിന് വേണ്ടി എല്ലാവരും കൂടെ വോളിബോൾ കളിക്കും, എല്ലാ ആക്ടേഴ്സും ഡയറക്ടർ എല്ലാവരും കൂടെ കളിക്കും. അപ്പോൾ ഈ അന്നൊരു വർക്ക്ഷോപ്പ് ഉണ്ട് പിറ്റേ ദിവസം. അപ്പോൾ ഒരു പയ്യനിങ്ങനെ ഒരു മുണ്ടൊക്കെ കൊടുത്ത് ഒരു പയ്യനിങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കി. ഞാൻ ചോദിച്ചു എന്തോടെ പേരെന്ന് പറഞ്ഞു. പ്രദീപ് എന്നാന്ന് പറഞ്ഞു. അതവിടെ വെച്ചിട്ട് നീ പിന്നെ കളിക്കാൻ കയറുന്നു പറഞ്ഞു. അപ്പം അതിൻ്റെ ബാഗ് അവിടെ വെച്ചിട്ട് മുണ്ട് പടക്കി കുത്തി ഞങ്ങളുടെ അവിടെ കളിക്കാൻ കയറി. നല്ല രസമായിട്ട് കളിക്കുന്നത്, നല്ല രസമായിട്ട് ടീമിലൊക്കെ ചേർന്നു. ഒരു അരമണിന്ന് 10 കഴിഞ്ഞ് ഞാൻ നീ ഇനി പോകണ്ട ഇവിടെ നില്ലെന്ന് പറഞ്ഞു. ശരിയായി ചെയ്തു. പിന്നെ അവൻ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് പോയേ ഇല്ല, അവനവിടെ നിന്നു. ആ നാടകസംഘത്തിൻ്റെ ഭാഗമായി. നരിപ്പറ്റ രാജുവിൻ്റെ കത്തും കൊണ്ടാണ് വരുന്നതെന്ന് പോലും എനിക്കറിയാതെ ഒരു പയ്യൻ ഇങ്ങനെ കയറി വരുവാണ്. അപ്പോൾ ഞാൻ നരിപ്പറ്റ രാജുവിൻ്റെ കത്തൊക്കെ പിന്നെ കാണിക്കുന്നു, രാജുഭാഷ പറഞ്ഞിട്ട് വരികയാണ് വർക്ക്ഷോപ്പിനെന്നൊക്കെ പിന്നീടാണ് അറിയുന്നത്. ഞാൻ ഈ കളിച്ചോണ്ടിരിക്കുമ്പോൾ എവിടെ നീ പോകണ്ട കേട്ടോ, നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. ശരി ചേച്ചി. അങ്ങനെ അവൻ ആ നാടകസംഘത്തിൻ്റെ ഭാഗമാവുകയാണ് 2016 വരെ. അപ്പോൾ നാടകസംഘത്തിൽ മിടുക്കനായ എല്ലാ 4 നാടകത്തിൻ്റെ സ്റ്റേജ് മാനേജറാവുന്നു. അമ്പിക്കില്ലാത്ത സ്കില്ലൊന്നുമില്ല, ഭയങ്കര സ്കിൽഡാണ് ആ കുട്ടി. ആർട്ട് ചെയ്യണോ ആർട്ട് ചെയ്യും, പെയിൻറ്റ് ചെയ്യണോ പെയിൻറ്റ് ചെയ്യും, കാർപ്പൻറ്റർ ഒരു കസേര പണിതുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. 4 നാടകത്തിൻ്റെയും സ്റ്റേജ് മാനേജറായിരുന്നു. ഭയങ്കര പെർഫെക്ഷനിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ഒരു പയ്യനാണ്. ഐസ് കെട്ടി പെയിൻ്റ് അടിക്കുമെന്ന് പറയില്ല, അതുപോലെ ജോലി എടുക്കുന്നൊരു പയ്യനാണ്. അത് കഴിഞ്ഞ് അഭിനയിൽ ചെറിയ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ഇവനെ എന്ത് ചെയ്യും, അവനോട് നിൽക്കാൻ പറഞ്ഞല്ലേ. അപ്പോഴത്തേക്ക് ജ്യോതിഷ പറഞ്ഞു ഇവനെ എന്തെങ്കിലും പഠിപ്പിക്കണം, അവൻ മിടുക്കനാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ നീനാസത്തിൽ പോയി പഠിക്കട്ടെ എന്നുവെച്ചാൽ അമ്പിയുടെ സ്കില്ല് അങ്ങനെ കളയാൻ പറ്റത്തില്ല, അവൻ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ നീനാസ്തി വിട്ടു, അവൻ പഠിച്ചു. അവിടെ ഞാൻ പഠിപ്പിച്ചു എന്നൊന്നും പറയില്ല, ഞാനവനെ ആ സമയത്ത് ഫീസ് കൊടുക്കാനുള്ള പൈസ കൊടുത്തു, അവൻ തന്നെ പഠിച്ചത്. അവൻ മിടുക്കനായതുകൊണ്ട് അവൻ പഠിച്ചു. കന്നഡ ഒക്കെ പഠിച്ച് റെപ്പട്രിയിലൊക്കെ കിട്ടി അവന്. പക്ഷേ ഇപ്പോഴും സിനിമയിലുണ്ട്, 18-ാം പടിയിൽ അഭിനയിച്ചു. കുറച്ച് സിനിമകളൊക്കെ ആയിട്ടുള്ളൂ. അമ്പിയുടെ സ്കില്ലൊന്നും പുറത്ത് വന്നിട്ടില്ല. എന്നെങ്കിലും ഒരു കാലത്ത് അമ്പി നല്ല രീതിയിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. ഒരുപാട് പ്രാർത്ഥിക്കുന്ന അമ്പിക്ക് വേണ്ടി എനിക്ക് എപ്പോഴും മനസ്സിലൊരു പ്രാർത്ഥനയുണ്ട്. അതിൽ മൂറും അതുപോലെ ഒരാളാണ്. മൂറിനെയും ഇതുപോലെ 18-ാം പടിയിൽ ശങ്കരനോട് ഞാനാണ് പറഞ്ഞത് ഇങ്ങനൊരു പയ്യനുണ്ടെന്ന് ട്രൈ ചെയ്യാൻ. അപ്പോൾ അവന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമാണ്. ഇപ്പം മൂറിൻ്റെ കൂടെ ഒരു തമിഴ് പടം ചെയ്തു ഞാൻ. അപ്പം നമ്മുടെ മക്കളൊക്കെ നാടകത്തിലൊക്കെ ഉള്ള പിള്ളേർ, അങ്ങനെ ഒരുപാട് പിള്ളേരുണ്ട്. വിഷ്ണു കമ്മിറ്റ്മെന്റ് എന്നുള്ളത് അതിങ്ങനെയൊക്കെ കാണിക്കണ്ടേ, അല്ലാതെ ഇങ്ങനെ ആക്ടിവിസം എന്നുള്ളതിന് ഇങ്ങനെയും ഒരു രൂപമുണ്ട്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മൾ ഭാഗവ വിളിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റിയാൽ അത് മതി. ഒരുപാട് പേരുടെ ഒന്നും നമുക്ക് നടക്കില്ല. അല്ല, അവനോട് ഞാൻ അന്നവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് അല്ലേ അത്. അവനിനി ഇത് ഇവിടെ കഴിഞ്ഞു കേട്ടോ, ഇനി ദീപയ്ക്കോ അത് പറയാൻ പറ്റില്ല. അതുപോലെ അവൻ്റെ സ്കില്ല് അത്രയ്ക്കും വളർന്നു. അവന് വന്ന പയ്യനേ അല്ല, എക്സെപ്ഷണൽ. അതും അവൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ്. അവനവിടെ നിന്ന് തണുപ്പത്തും ഇതിലും ജോലി ചെയ്ത് വെളുപ്പംകാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് കോസ്റ്റ്യൂം മുഴുവനും കഴുകിയിട്ട് ആ മുഴുവൻ പേരുടെയും കാര്യങ്ങളും നോക്കി, അതിൻ്റെ ഇടയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് സാധനം വാങ്ങിക്കാൻ പോകുന്നു. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നാടകത്തിന് വേണ്ടി അത് ചലഞ്ചിങ്ങാണ്. 4 നാടകം സമ്മർ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ്ങാണ്. അമ്പി ഒറ്റയ്ക്കായിരുന്നു നോക്കുന്നത്. അപ്പോൾ അത്രയും മിടുക്കനായ ഒരു പയ്യനെ നമുക്ക് അവൻ്റെ കൈ പിടിക്കണം എന്നുള്ളത് നമുക്ക് ഉത്തരവാദിത്വമല്ലേ. അപ്പോൾ അവനെ കൂടുതൽ പഠിപ്പിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വം വന്നാണ് ചെയ്തത്. അവൻ്റെ ഒരു ടാലൻറ്റിനനുസരിച്ച് അവനെ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഭയങ്കരമായ സങ്കടം. അത് എന്തെങ്കിലും വരും. ആക്ടർമാർ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വല്ലാത്തൊരു നിസ്സഹായതയും കൂടി ഉണ്ടല്ലോ. കാരണം ഒരാളെ എഴുതി അയാളെ ചൂസ് ചെയ്യണമല്ലോ. ഇത് നമ്മൾക്ക് ഉണ്ടാകുന്നൊരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഭയങ്കര വലുതല്ലേ. ചേച്ചി അതെങ്ങനെയാണ് നോക്കുന്നത്? അമിതമായ പ്രതീക്ഷയുള്ള ഒരാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഒരുപാട് കൊതിയുള്ള ഒരാളല്ല. എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസൈൻ ചെയ്യാതെ വന്നതാണ്. നാടകം പോലും എൻ്റെ ജീവിതത്തിൽ ഡിസൈൻ ചെയ്യാതെ വന്നതാണ് അല്ലേ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതിന് മുകളിലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇപ്പം മുറ എന്ന് പറഞ്ഞൊരു സിനിമ, ചിയാൻ വിക്രമിൻ്റെ കൂടെ വീരധീരശൂരൻ, നാളെ എന്താണ് ടക് ജഗദീഷിൽ നാനികാരവിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക. എൻ്റെ ലൈഫിൽ ഞാൻ ചൂസ് ചെയ്യുന്നതിനെക്കാട്ടി മുകളിലാണ് എനിക്ക് എന്നും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്കങ്ങനെ കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ ചില ആക്ടേഴ്സൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ എന്നെ എനിക്ക് വേണ്ടത് കിട്ടിയിട്ടില്ല, അങ്ങനെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എൻ്റെ മാജിക് എന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കും. പിന്നെ അത് വിട്ടുകളയും. എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഉത്തരം.
ആകെ എനിക്കറിയാവുന്നത് നമ്മുടെ ജോലിയെ നമ്മൾ കൂടുതൽ സന്തോഷത്തോടെ, ഉത്തരവാദിത്തോടെ, ഉത്സാഹത്തോടെ ചെയ്യാനായിട്ട് മനസ്സിനെ സജ്ജമാക്കി വെക്കുക, പരാതികളൊന്നും ഇല്ലാതെ. നമ്മൾ തുടങ്ങിയ പാഷനിൽ തുടങ്ങിയല്ലേ, ആ ഉത്സാഹത്തോടെ ചെയ്യാനുള്ള മനസ്സിനെ ഇങ്ങനെ സജ്ജമായിട്ട് വെക്കുക. ഒരു സ്ക്രിപ്റ്റ് കൈ കിട്ടുമ്പോൾ നമുക്ക് ആ എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, പതഞ്ഞു പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്. ഒരു സ്ക്രിപ്റ്റ് കിട്ടി, അഭിനയിക്കാം, നാളെ ഷൂട്ടുണ്ട്. അപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേക്കണം എന്നല്ല, 3 മണിയാകുമ്പോഴേ നമ്മൾ പണ്ട് പിക്നിക്ക് സ്കൂളിൽ റെഡി ആവില്ലേ, പിക്നിക്കിന് പോകുന്നതിൻ്റെ തലേന്ന് ഉറക്കമില്ലല്ലോ ആർക്കും. രാത്രി പിറ്റേ ദിവസം എക്സ്കേർഷന് പോകണമെന്ന് പറഞ്ഞിട്ട് ആരും ഉറങ്ങില്ല, ഞാനൊന്നും ഉറങ്ങില്ലായിരുന്നു. ഇങ്ങനെ രാവിലെ എഴുന്നേക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കും. അതേപോലെയാണ് എനിക്കിപ്പോഴും ഷൂട്ടിന് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ആ എക്സ്കേർഷന് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ഷൂട്ട് അങ്ങനെ ഒരു അവിടെ ചെന്ന് വഴക്കായാൽ പോയി, അല്ലെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഷൂട്ട് പോയി. അവിടെ എനിക്ക് ഒരു അപ്പോൾ ചിലരൊക്കെ വന്ന് പറയും, ചേച്ചി രാവിലെ വന്നതാണ് ചേച്ചി, ഷോട്ടിന് വിളിച്ചിട്ടില്ല, ഉച്ചയായി പോയി എന്നൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ വന്ന് പറയും. ചേച്ചി വിളിച്ചിട്ടില്ല, ഒന്നും വിചാരിക്കില്ല. ഞാൻ പറയും ഒരു കുഴപ്പമില്ല, നിങ്ങളെവിടെ എന്നെ ഈ സെറ്റിൽ നിന്ന് പറഞ്ഞു വിടാതിരുന്നത്, ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്ക് ഒരു പരാതിയില്ല, എന്നെ ഇവിടെ ഇരുത്തിയോണ്ടൊന്നും ഒരു പ്രശ്നവും എനിക്കില്ല എന്ന്. അത്രയ്ക്ക് കൊതിയാ. നാട്ടുകാർ പറയോ ഇവരുടെ കൊതി കാരണം ഞങ്ങളാണല്ലോ സഹിക്കേണ്ടത്. എല്ലാത്തിൻ്റെയും കമൻറ്റ് അടിയിൽ കാണും. ഇന്ന് വീരധീര ശൂരൻ്റെ ഉണ്ടായിരുന്നു, നിങ്ങൾ മാത്രം ആ സിനിമയെ കൊള്ളൂലായിരുന്നു, മുറയിൽ നിങ്ങൾ മാത്രം ഈ സിനിമയെ കൊള്ളൂലായിരുന്നു, ഇങ്ങനെ സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റ് വരും ഫേസ്ബുക്കിൽ. ആളിത് കാണുന്നുണ്ടെങ്കിൽ ഇവരെ കാരണം ഞാൻ സഹിക്കും.